ഇത് ഒരു വ്യക്തിയുടെ പരിഗണനയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. നമ്മൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയം, ഞാൻ ആ ഒരു പത്രസമ്മേളനത്തിൽ മാത്രം ഉന്നയിച്ച രാഷ്ട്രീയമല്ല. കഴിഞ്ഞ 4-5 വർഷമായി ആ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യങ്ങൾ, ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നത്, DCCയിൽ പുനഃസംഘടന നടത്തുന്നത്, ഈ കാര്യങ്ങളിലെല്ലാം ആ പാർട്ടിക്കകത്തുള്ള യുവാക്കൾക്ക് വലിയ അമർഷമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയി. അവർ ആവശ്യപ്പെട്ടത് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനമോ KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനമോ എന്തോ ഒരു കാര്യമാണ്, പാർട്ടിയിൽ ഒരു പരിഗണന കിട്ടണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. എന്നാൽ അവരെ അതിന് KPCC പ്രസിഡന്റ് തയ്യാറായിരുന്നെങ്കിൽ പോലും VD സതീശൻ അതിനെ എതിർക്കുന്നു. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അവർ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു. BJPയിൽ പോയത് തെറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങനെ തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ ഇന്നലെ ഒരാൾ BJPയിലേക്ക് BJPയിൽ നിന്ന് RSSൽ നിന്നും തീവ്ര വർഗീയത പറഞ്ഞ ഒരാൾ, BJP പോലും പറയാൻ മടിക്കുന്ന വർഗീയത പറഞ്ഞ ഒരാളെ ഏറ്റവും വേഗത്തിൽ കയറ്റിയിരുത്തുന്നു. അവർക്ക് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കാൻ പോകുന്ന വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ ഞങ്ങളെയൊക്കെ പ്രാണികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച് ഞങ്ങളെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും വർഗീയത പറയുന്ന, തീവ്ര വർഗീയത പറയുന്ന, മുസ്ലിങ്ങളെ ടയർ കഴുത്തിലിട്ട് കത്തിക്കച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ആളുകളെ അത് തിരുത്താൻ തയ്യാറാകാതെ നേരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഇവർ തിരുത്തുന്നില്ല എന്നുള്ളതാണ്. ഇവർ ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അധികാരം പിടിക്കാൻ കഴിയും. നമ്മൾ പാലക്കാട് ജയിച്ചു. യഥാർത്ഥത്തിൽ പാലക്കാട് UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ ജയിച്ചു. ചേലക്കരയിൽ പരാജയപ്പെട്ടു. വലിയ ഇലക്ഷൻ സ്ട്രാറ്റജി അറിയുന്ന ആളാണെന്ന് പറയുന്ന VD സതീശൻ എന്തുകൊണ്ടാണ് ചേലക്കരയിൽ ഈ തെരഞ്ഞെടുപ്പ് വീഴ്ച ഉണ്ടാക്കാൻ കഴിയാതിരുന്നത്? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെയും തെരഞ്ഞെടുപ്പ് വിജയത്തെയും വിലയിരുത്താൻ ആ പാർട്ടി തയ്യാറാകുന്നില്ല. തൃശ്ശൂരിൽ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ കുറിച്ചും അവർ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതിനൊരു നടപടി എടുക്കാൻ തയ്യാറാകുന്നില്ല. അവർ ഇങ്ങനെ ഈ ചില വർഗീയതയെ ഇങ്ങനെ ഉണർത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കാം. ഓരോ മണ്ഡലത്തിലും ഏത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കണം, ഏത് വർഗീയതയോടൊപ്പം നിൽക്കണം എന്ന കാര്യത്തിൽ മാത്രമാണ് അവർ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമെടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. അത് കോൺഗ്രസിന് ഭൂഷണമല്ല. അത് കോൺഗ്രസിന് ഭൂഷണമല്ല എന്ന് മാത്രമല്ല, അത് കേരളത്തിൻ്റെ മതേതര സിംഫണിയെ തകർക്കുന്നതാണ്. അത് നമ്മുടെ ഈ നാടിന് ആപത്താണ്. അത് ആ പാർട്ടി തിരിച്ചറിയുന്നില്ല. ആവർത്തിച്ച് പറഞ്ഞിട്ടും തിരിച്ചറിയുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ തീരുമാനമെടുക്കേണ്ടി വന്നത്. ഈ രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് കോൺഗ്രസിന്റെ യുവജനങ്ങളിൽ വലിയ എതിർപ്പുണ്ടായത്. അപ്പോൾ ഈ DYFIയിലേക്കുള്ള പ്രവേശനം അത് രാഹുലിനോട് കൂടിയുള്ള പ്രതിഷേധമാണോ? ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള പ്രതിഷേധമല്ല. ഇപ്പോൾ ഒരാൾ വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. വടകരയിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരാൾ പറയുന്നു. അതിന് പാർട്ടി വഴങ്ങിക്കൊടുക്കുന്നു. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞു, എന്നോട് വട്ടിയൂർക്കാവിൽ നിന്ന് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ വട്ടിയൂർക്കാവിൽ ഞാൻ പറയുന്ന ആളെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതൊരു പാർട്ടി തീരുമാനിക്കുന്നതിനനുസരിച്ച് പോകേണ്ടതാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്, അത് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ ആളെ തീരുമാനിക്കാതെ വേറെ ആളെ തീരുമാനിക്കുന്നു. അതുപോലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നത് രമേശ് ചെന്നിത്തലയെ പിന്തുണക്കണമെന്ന് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞതിനെ അവഗണിക്കുന്നു. അങ്ങനെ ഈ പാർട്ടിയെ അടുത്ത തവണ അധികാരത്തിലെത്തുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാകും. പ്രതിപക്ഷ നേതാവാണ് ആകാൻ പോകുന്നത് നമുക്കറിയാം. എന്നാൽ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷ അവർ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ മന്ത്രിസഭയിൽ അംഗമാകാം എന്ന് പ്രതീക്ഷ വയ്ക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ എല്ലാ വർഗീയതയെയും ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഓരോരുത്തരെയും പ്ലേസ് ചെയ്ത് അധികാരത്തിലെത്താമെന്നും ആ ആഗ്രഹത്തിനനുസരിച്ച് കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. ഞാൻ മാത്രമല്ലല്ലോ, അവിടുത്തെ DCC പ്രസിഡന്റ്, അവിടുത്തെ KPCC വൈസ് പ്രസിഡന്റ്, KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കത്തെഴുതി കൊടുത്ത് നമ്മൾ കണ്ടതാണ്. ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതായത് ഏറ്റവും അവസാന സെക്കൻഡിൽ പോലും മുരളീധരനെ കൊണ്ടുവരണമെന്ന അഭിപ്രായം പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, അവിടുത്തെ ഒരുപാട് ആളുകളുടെ അഭിപ്രായമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് അത് ബാധിച്ചില്ല എന്നുള്ളതാണ്. BJP വരാതിരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന നിലയിലൊരു പ്രചരണം കോൺഗ്രസ് മാത്രമല്ല, അത് SDP ഉൾപ്പെടെയുള്ള അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളെ കൂടി രംഗത്തിറക്കി അത്തരമൊരു ഭീതി അവിടെ ഉണ്ടാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഈ ഒരു സ്ട്രാറ്റജി എവിടെയൊക്കെ ചിലവാകും? ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവർക്കത് ഗുണകരമായി. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP വരും, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുമോ? അപ്പോൾ അവർക്കൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനില്ല. ഇത്തരത്തിലുള്ള ഈ എലമെൻറ്റുകൾ, ഈ തീവ്ര വർഗീയ എലമെൻറ്റുകളെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് അവർ ഇനിയും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാത്തൊരു പാർട്ടിയിൽ ഇനിയും തുടരുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്
ഈ DYFI എന്നെ സ്വാഗതം ചെയ്യാനുള്ള തീരുമാനത്തെ ഞാനും സർവാത്മന സ്വാഗതം ചെയ്തത്. അതേസമയം തന്നെ ഇപ്പോൾ രാഹുലിനുള്ള കോൺഗ്രസ് വോട്ടുകൾ അപ്പോഴും ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ AK ഷാനിദായാലും P സരിനായാലും കോൺഗ്രസിലെ അകത്തെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ അത് ആ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ വോട്ട് ഇത് കുറക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്ഥിതി കുറക്കാനോ കാരണമായിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു? അല്ല, ഞാൻ എൻ്റെ എല്ലാ പത്രസമ്മേളനത്തിലും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് BJP ജയിക്കാൻ പാടില്ല, BJP ഒരിക്കലും അവിടെ ജയിക്കരുത് എന്ന നിലപാട് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് പിന്നെ അവിടെയുള്ള എല്ലാവരും ആ നിലപാടിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് 10,000-ലധികം വോട്ടുകൾ BJPക്ക് കിട്ടേണ്ട 10,000-ലധികം വോട്ടുകൾ BJPക്ക് കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് ആർക്കാണ് കിട്ടിയത്? അത് പിന്നെ കോൺഗ്രസ് അത് പിന്നെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. കൃഷ്ണകുമാറും പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ്, കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതോടുകൂടി അവിടെ BJP ദുർബലപ്പെട്ടു. ആ ദുർബലപ്പെട്ട സാഹചര്യത്തെയും അതുപോലെ തന്നെ സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരു യഥാർത്ഥ RSSകാരനും ചർച്ച നടത്തിയിട്ടാണ് ആ വോട്ട് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ആ 10,000 വോട്ടും കോൺഗ്രസിന് മുമ്പേ കിട്ടിയ വോട്ടും കൂടി കിട്ടിയാൽ ഇത്ര വോട്ടല്ലല്ലോ, അതിനും കൂടുതൽ കിട്ടണം. അപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ഒരു ധാരാളം വോട്ടുകൾ സരിനിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ആ വോട്ടിന് RSSൻ്റെയും അതുപോലെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വെച്ചിട്ടാണ് അവർ അതിനെ ബാലൻസ് ചെയ്തിട്ടുള്ളത്.